തമാശയാണ്. ഇത് വയനാട്ടുകാരും ജനങ്ങളും വിശ്വസിക്കണം എന്നാണോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ ഓർഡർ കൊടുത്തത് BJP, വണ്ടി വിളിച്ചത് BJP, സാധനം ഇന്ന സ്ഥലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞത് BJP, വിതരണത്തിന് നേതൃത്വം കൊടുത്തത് BJP, വിതരണം ചെയ്യാതെ വീടുകളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും BJP. വെങ്ങപ്പള്ളിയിൽ ഇവർ BJP-കാരുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നലെ കൊടുക്കാൻ പറ്റില്ല, അതും BJP പ്രവർത്തകന്റെ വീട്ടിലാ സാധനം. ഇത് മുഴുവൻ ചെയ്തിട്ട് അദ്ദേഹം പറയാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ നേർച്ചയാണ്. ഇത് ആരോടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്? എന്റെ കയ്യിൽ ഈ ഷോപ്പുകളിൽ ഓർഡർ കൊടുത്ത ആളുകളുടെ പേരുണ്ടായിരുന്നു. വണ്ടിയുടെ ഡ്രൈവർമാരുമായി ഞങ്ങൾ പലരും സംസാരിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുപോയി കൊടുത്തത് എവിടെയാണെന്നുള്ളത്, അവരെ ആരെ പറഞ്ഞയച്ചെന്ന് അവർ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് തൊണ്ടി മുതൽ അടക്കം പോലീസിന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും കയ്യിലെത്തിച്ചു. ഈ വിഷയം പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കേസ് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അതീവ ഗൗരവതരമായിട്ടുള്ള ചട്ടലംഘനം നടന്നിട്ട് ഇതുവരെ കേസെടുക്കാത്തതും? തൊണ്ടി മുതൽ എന്തുകൊണ്ട് കോടതിയിൽ ഏൽപ്പിച്ച് പ്രതികൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളത് ഗൗരവത്തോടുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ വ്യക്തമായി ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം, മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി സുരേന്ദ്രനും പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഈ കാലതാമസം സംഭവിക്കുന്നത് എന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.